ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് കടത്തിവിട്ടാൽ ആ വൈറ്റ് ലൈറ്റിന് ഡിസ്പേർഷൻ സംഭവിക്കും, അല്ലെങ്കിൽ പല കളേഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഈ കളേഴ്സ് ഓഫ് ലൈറ്റ് റീകമ്പൈൻ ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ്. ഫിഗർ 3.9 നോക്കുക. ഒരു പ്രിസത്തിന്റെ സമീപത്തായിട്ട് മറ്റൊരു ഐഡന്റിക്കൽ പ്രിസം അപ്സൈഡ് ഡൗൺ ആയിട്ട് വെക്കുക. രണ്ട് പ്രിസത്തിന്റെയും ബേസുകൾ പാരലൽ ആയിരിക്കണം. ആദ്യത്തെ പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് കടത്തിവിടുക. ആ വൈറ്റ് ലൈറ്റ് പ്രിസത്തിന്റെ ബേസ് പാർട്ടിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. വൈറ്റ് ലൈറ്റിലെ ഓരോ കളേഴ്സിനും ഓരോ ഡീവിയേഷൻസ് ആയിരിക്കും. അത് കാരണം വൈറ്റ് ലൈറ്റ് പല കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ഈ കളേഴ്സ് ഓഫ് ലൈറ്റ് രണ്ടാമത്തെ പ്രിസത്തിലൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തെ പ്രിസത്തിന്റെ ബേസ് പാർട്ടിലേക്ക് ഈ കളേഴ്സ് ഓഫ് ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ആദ്യത്തെ പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കളേഴ്സിനുണ്ടായ ഡീവിയേഷൻ താഴോട്ടാണ്. രണ്ടാമത്തെ പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കളേഴ്സ് ഓഫ് ലൈറ്റിനുണ്ടായ ഡീവിയേഷൻ മുകളിലോട്ടാണ്. സോ സെക്കൻഡ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കളേഴ്സ് ഓഫ് ലൈറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡീവിയേഷൻ ഉണ്ടാകുന്നത്. അതിന്റെ ഫലമായിട്ട് അവ കമ്പൈൻ ചെയ്ത് വൈറ്റ് ലൈറ്റ് സ്ക്രീനിൽ ലഭിക്കുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് ലൈറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ ദ വോൾ? കളേർഡ് ലൈറ്റ് ഓർ വൈറ്റ് ലൈറ്റ്? വോളിൽ കിട്ടുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? റീസൺ എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ദ റേസ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഫ്രം ദ ഫസ്റ്റ് പ്രിസം അണ്ടർഗോ എ ഡീവിയേഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബൈ ദ സെക്കൻഡ് പ്രിസം. ദിസ് റിസൾട്ട്സ് ഇൻ ദ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ടു പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ് ഓൺ ദ വോൾ. സൺലൈറ്റിൽ വിസിബിൾ ലൈറ്റ് മാത്രമേ ഉള്ളൂ എന്നതാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ വീഴുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടും. അതിന്റെ കാരണം ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്. സോ ദ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഇൻ ദ സൺലൈറ്റ് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദ ഹീറ്റ് ഇൻ ദ സൺസ് റേസ്. രണ്ടാമത്തെ ചാപ്റ്ററിലെ ഫിഗർ 2.2bയിൽ കാണിച്ചിരിക്കുന്ന ആക്ടിവിറ്റി നോക്കുക. ഒരു ലെൻസിലൂടെ സൺലൈറ്റ് കടത്തിവിട്ട് ഒരു പേപ്പറിൽ വീഴാനായിട്ട് അനുവദിക്കുക. ലെൻസിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ പേപ്പറിലെ ഇലുമിനേറ്റഡ് പാർട്ടിന്റെ സൈസ് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്പനേരം ഈ ലെൻസ് ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ പേപ്പർ കത്തുന്നത് കാണാൻ സാധിക്കും. അതിന്റെ കാരണം സൺലൈറ്റിലെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഈ പേപ്പറിൽ കൺവേർജ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഹീറ്റ് റേഡിയേഷൻസ് ആണ്. So in the activity shown in figure 2.2b, that is burning paper using a lens, the paper burns because of the convergence of infrared radiation on the paper. സൺലൈറ്റിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻസും ഉണ്ട്. ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ സൺലൈറ്റിൽ ഗാമ റേസും എക്സ് റേസും റേഡിയോ വേവ്സും ഉണ്ട്. സൺലൈറ്റ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത് ഏകദേശം 150 മില്യൺ കിലോമീറ്റർ ട്രാവൽ ചെയ്താണ്. കൂടുതൽ ദൂരവും സോളാർ റേഡിയേഷൻ ട്രാവൽ ചെയ്യുന്നത് വാക്യൂത്തിലൂടെയാണ്. കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ എയറിലൂടെ ട്രാവൽ ചെയ്യുന്നുള്ളൂ. അതായത് സോളാർ റേഡിയേഷൻസിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. വാക്യൂത്തിലൂടെ സോളാർ റേഡിയേഷൻസ് ട്രാവൽ ചെയ്യുന്നത് 3 lakh കിലോമീറ്റർ പെർ സെക്കൻഡിലാണ്, അല്ലെങ്കിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിലാണ്. ഈ റേഡിയേഷൻസിന് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്നാണ് പറയുന്നത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ പ്രത്യേകതകൾ ചോദിച്ചാൽ, they do not require a medium to travel. They travel through vacuum at a speed of 3 lakh kilometer per second
ഓർ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുക. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ സ്പീഡ് കിലോമീറ്റർ പെർ സെക്കൻഡിലും മീറ്റർ പെർ സെക്കൻഡിലും എത്രയാണെന്ന് ഓർത്തു വെക്കണം. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിൽ 3 × 10⁸ ആണ്. ഈ മീറ്ററിനെ കിലോമീറ്റർ ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യേണ്ടത് അല്ലേ? അതായത് ന്യൂമറേറ്ററിലെ 3 സീറോസ് കുറയും. 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും, അല്ലെങ്കിൽ 3 lakh കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ഓർഡർലി ഡിസ്ട്രിബ്യൂഷന് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നാണ് പറയുന്നത്. ഫിഗർ 3.10-ൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം കാണിച്ചിരിക്കുന്നത് നോക്കുക. ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാവയലറ്റ് റേസ്, അതിനുശേഷം വിസിബിൾ ലൈറ്റ് വരും. വിസിബിൾ ലൈറ്റിലെ 7 കളേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, വയലറ്റ് തൊട്ട് റെഡ് വരെ. വിസിബിൾ ലൈറ്റിന് ശേഷം ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, ദെൻ റേഡിയോ വേവ്സ്. ഇവിടെ വേവ് ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക. ഗാമ റേസിന്റെ വേവ് ലെങ്ത് 1 × 10⁻⁻14 മീറ്റർ ആണ്. റേഡിയോ വേവ്സിന്റെ വേവ് ലെങ്ത് 1 × 10⁴ മീറ്റർ ആണ്. അതായത് വേവ് ലെങ്ത് ഏറ്റവും കുറവ് ഗാമ റേസിനാണ്, വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റേഡിയോ വേവ്സിനാണ്. അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ലിസ്റ്റ് ചെയ്യാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ള ഗാമ റേസ് വേണം ആദ്യം എഴുതാൻ, then X-rays, then ultraviolet rays, visible light, infrared radiations, radio waves. വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. If nu is inversely proportional to lambda. വേവ് ലെങ്ത് കുറവാണെങ്കിൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഫ്രീക്വൻസിയും എനർജിയും തമ്മിലുള്ള റിലേഷനാണ് E = hν. അതായത് ഫ്രീക്വൻസിയും എനർജിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ എനർജിയും കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് ഗാമ റേസിന് വേവ് ലെങ്ത് കുറവാണെങ്കിലും ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അതിൻ്റെ എനർജി കൂടുതലായിരിക്കും. റേഡിയോ വേവ്സിന് വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഫ്രീക്വൻസി കുറവാണ്. ഫ്രീക്വൻസി കുറവായതുകൊണ്ട് അതിൻ്റെ എനർജി കുറവായിരിക്കും. സോ ഡിസെൻഡിങ് ഓർഡർ ഓഫ് എനർജിയുടെ ടേംസിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എഴുതാൻ പറഞ്ഞാൽ ആദ്യം എഴുതേണ്ടത് എനർജി ഏറ്റവും കൂടുതലുള്ള ഗാമ റേസ് ആണ്. അതിനുശേഷം എക്സ് റേസ്, അൾട്രാവയലറ്റ് റേസ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആൻഡ് റേഡിയോ വേവ്സ്. അതുപോലെ ഫ്രീക്വൻസിയുടെ ഡിസെൻഡിങ് ഓർഡറിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എഴുതാൻ പറഞ്ഞാലും ഈ ഓർഡറിൽ തന്നെയാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് തന്നിട്ട് തന്നിരിക്കുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം. നിങ്ങൾ ഓർക്കേണ്ടത് വേവ് ലെങ്ത് ഏത് റേഡിയേഷൻ ആണോ കുറവ് അതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അതിൻ്റെ എനർജിയും കൂടുതലായിരിക്കും. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്തിന്റെ ടേംസിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പഠിച്ചു വെക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണെന്ന് നോക്കി അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. ഇവിടെ വിസിബിൾ ലൈറ്റിന്റെ സ്പെക്ട്രം കാണിച്ചിരിക്കുന്നത് നോക്കുക. വയലറ്റിന്റെ വേവ് ലെങ്ത് കുറവാണ്, വയലറ്റിനാണ് ഹൈ എനർജി. റെഡിന്റെ വേവ് ലെങ്ത് കൂടുതലാണ്, റെഡിനാണ് ലോ എനർജി. ഒരു റേഡിയേഷന്റെ വേവ് ലെങ്ത് കുറവാണെങ്കിൽ അതിന്റെ എനർജി കൂടുതലായിരിക്കും എന്ന് ഓർത്തിരിക്കുക. വിസിബിൾ ലൈറ്റിലെ എല്ലാ കളേഴ്സും കമ്പൈൻ ചെയ്താൽ മാത്രമേ വൈറ്റ് ലൈറ്റ് ലഭിക്കുകയുള്ളൂ എന്നതാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഒരു സർക്കുലർ ഡിസ്കിൽ റെഡ് കളറും ഗ്രീൻ കളറും ബ്ലൂ കളറും എമിറ്റ് ചെയ്യുന്ന 3 LEDs അറേഞ്ച് ചെയ്യുക. അവ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ വേണം അറേഞ്ച് ചെയ്യാൻ. അതായത് ഈ LEDs എമിറ്റ് ചെയ്യുന്ന ലൈറ്റുകൾ തമ്മിൽ 120 ഡിഗ്രി ആംഗിൾ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. ഈ LEDകളിൽ നിന്നുള്ള ലൈറ്റ് ഒരു PVC പൈപ്പിലൂടെ കടത്തിവിട്ട് സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യിക്കുക. സ്ക്രീനിൽ ലഭിക്കുന്ന റെഡ്, ബ്ലൂ, ഗ്രീൻ കളേഴ്സ് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ PVC പൈപ്പ് സെറ്റ് ചെയ്യുക.
റെഡ് കളറും ഗ്രീൻ കളറും ഓവർലാപ്പ് ചെയ്യുന്നിടത്ത് യെല്ലോ കളറും, റെഡ് കളറും ബ്ലൂ കളറും ഓവർലാപ്പ് ചെയ്യുന്നിടത്ത് മജന്ത കളറും, ബ്ലൂ കളറും ഗ്രീൻ കളറും ഓവർലാപ്പ് ചെയ്യുന്നിടത്ത് സയൻ കളറുമാണ് ലഭിക്കുന്നത്. ടേബിൾ 3.2 കംപ്ലീറ്റ് ചെയ്യാം. റെഡ് പ്ലസ് ഗ്രീൻ ഗിവ്സ് യെല്ലോ. റെഡ് പ്ലസ് ബ്ലൂ ഗിവ്സ് മജന്ത. ബ്ലൂ പ്ലസ് ഗ്രീൻ ഗിവ്സ് സയൻ. റെഡ് പ്ലസ് ഗ്രീൻ പ്ലസ് ബ്ലൂ ഗിവ്സ് വൈറ്റ്. ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നാൽ സയൻ കിട്ടും എന്നോർത്തിരിക്കാൻ എളുപ്പമാണ്. റെഡും ഗ്രീനും കൂടി ചേർന്നാൽ ഏത് കളറാണ് കിട്ടുന്നത്, റെഡും ബ്ലൂവും കൂടി ചേർന്നാൽ ഏത് കളറാണ് കിട്ടുന്നത് എന്നത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ട്രിക്ക് പറഞ്ഞു തരാം. റെജി എന്ന പേര് ഓർക്കുക. ഇത് റെഡ് പ്ലസ് ഗ്രീൻ ഗിവ്സ് യെല്ലോ. അത് ഓർത്തിരുന്നാൽ റെഡ് പ്ലസ് ബ്ലൂ ഗിവ്സ് മജന്ത എന്ന് തെറ്റാതെ എഴുതാൻ സാധിക്കും. So the region where red and green combine appears as yellow. The part where green and blue combine appears as cyan. And the part where red and blue combine appears as magenta. Red, blue and green colors ഉപയോഗിച്ച് വൈറ്റ് ലൈറ്റ് മാത്രമല്ല ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഏത് കളേർഡ് ലൈറ്റും ഈ 3 കളേഴ്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ ലൈറ്റ്സിന് പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് എന്നാണ് പറയുന്നത്. 2 പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന കളേഴ്സിന് സെക്കൻഡറി കളേഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നു. ഇവിടെ യെല്ലോയും മജന്തയും സയനും സെക്കൻഡറി കളേഴ്സ് ഓഫ് ലൈറ്റ് ആണ്. നോട്ട് ഓൺലി വൈറ്റ് ലൈറ്റ് but all other colored lights can also be created using red, green and blue lights. Therefore, these colors are called the primary colors of light. The colored light formed by combining any 2 primary colors is a secondary color of light. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. Find the secondary colors from figure 3.12 and write them down. ഇവിടെ ഉണ്ടാകുന്ന സെക്കൻഡറി കളേഴ്സ് ആണ് യെല്ലോ, മജന്ത ആൻഡ് സയൻ. വാട്ട് ആർ ദ പ്രൈമറി കളേഴ്സ് ഇൻ യെല്ലോ ലൈറ്റ്? യെല്ലോ ലൈറ്റിലെ പ്രൈമറി കളേഴ്സ് റെഡും ഗ്രീനുമാണ്. വിച്ച് പ്രൈമറി കളർ ഈസ് നോട്ട് പ്രസന്റ് ഇൻ യെല്ലോ ലൈറ്റ്? യെല്ലോ ലൈറ്റിൽ കാണാത്ത പ്രൈമറി കളർ ബ്ലൂ ആണ്. വിച്ച് കളർ വിൽ ബി ഒബ്റ്റെയിൻഡ് വെൻ യെല്ലോ ലൈറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് the primary color that is not present in yellow. യെല്ലോയിൽ കാണപ്പെടാത്ത പ്രൈമറി കളറുമായിട്ട് യെല്ലോ ലൈറ്റിനെ കമ്പൈൻ ചെയ്താൽ ഏത് കളർ കിട്ടും? അതായത് യെല്ലോ ലൈറ്റും ബ്ലൂവും കൂടെ കമ്പൈൻ ചെയ്യുന്നു. യെല്ലോ ലൈറ്റിൽ റെഡും ഗ്രീനും ഉണ്ട്. ബ്ലൂവും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൈറ്റ് ലൈറ്റ് ആയിരിക്കും. ഇഫ് വി ആഡ് എ പ്രൈമറി കളർ that is not a constituent of the secondary color, won't we get white light? Yes. ഒരു സെക്കൻഡറി കളറിനോടൊപ്പം ആ സെക്കൻഡറി കളറിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് അല്ലാത്ത പ്രൈമറി കളർ ആഡ് ചെയ്താൽ വൈറ്റ് ലൈറ്റ് കിട്ടും. When a secondary color is combined with a primary color, we get white light. Such pairs of colors are called complementary colors. ഒരു സെക്കൻഡറി കളറും ഒരു പ്രൈമറി കളറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ വൈറ്റ് ലൈറ്റ് കിട്ടുകയാണെങ്കിൽ ആ പെയർസ് ഓഫ് കളേഴ്സിന് കോംപ്ലിമെന്ററി കളേഴ്സ് എന്നാണ് പറയുന്നത്. ടേബിൾ 3.3 കംപ്ലീറ്റ് ചെയ്യാം. സെക്കൻഡറി കളർ, കമ്പോണന്റ് കളേഴ്സ്, കോംപ്ലിമെന്ററി കളേഴ്സ്. ഫസ്റ്റ് വൺ യെല്ലോ. യെല്ലോയുടെ കമ്പോണന്റ് കളേഴ്സ് റെഡ് പ്ലസ് ഗ്രീൻ. യെല്ലോയുടെ കൂട്ടത്തിൽ ബ്ലൂവും കൂടെ ആഡ് ചെയ്താൽ വൈറ്റ് ലൈറ്റ് കിട്ടും. സോ ബ്ലൂ ഈസ് ദ കോംപ്ലിമെന്ററി കളർ. സെക്കൻഡ് വൺ മജന്ത. മജന്തയുടെ കമ്പോണന്റ് കളേഴ്സ് റെഡ് പ്ലസ് ബ്ലൂ. മജന്തയുടെ കൂടെ ഗ്രീനും കൂടെ ആഡ് ചെയ്താൽ വൈറ്റ് ലൈറ്റ് കിട്ടും. ഗ്രീൻ ഈസ് ദ കോംപ്ലിമെന്ററി കളർ ഓഫ് മജന്ത. സയന്റെ കമ്പോണന്റ് കളേഴ്സ് ബ്ലൂ പ്ലസ് ഗ്രീൻ ആണ്. സയന്റെ കൂടെ റെഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ലൈറ്റ് കിട്ടും. സോ റെഡ് ഈസ് ദ കോംപ്ലിമെന്ററി കളർ ഓഫ് സയൻ.
ഒരു സർക്കുലർ ഡിസ്ക് എടുക്കുക. അതിന്റെ പകുതി ഭാഗത്ത് ക്രയോൺസ് ഉപയോഗിച്ച് ലൈറ്റ് യെല്ലോ കളർ ചെയ്യുക. ബാക്കി പകുതി ഭാഗത്ത് ലൈറ്റ് ബ്ലൂ കളർ ചെയ്യുക. ഈ സർക്കുലർ ഡിസ്ക് ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുക. ആ ഡിസ്ക് വൈറ്റ് ആയിട്ട് കാണപ്പെടും. യെല്ലോയും ബ്ലൂവും കൂടെ ചേർന്നാൽ വൈറ്റ് ലൈറ്റ് കിട്ടും എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഡിസ്കിന്റെ പകുതി ഭാഗത്ത് യെല്ലോയും പകുതി ഭാഗത്ത് ബ്ലൂവുമാണ് കളർ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തപ്പോൾ വൈറ്റ് കളറിൽ കണ്ടത് എന്നതാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഒരു ഓബ്ജക്റ്റ് നമ്മുടെ കാഴ്ചയുടെ പരിധിയിൽ നിന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്താലും ആ ഓബ്ജക്റ്റിന്റെ ദൃശ്യ അനുഭവം 1/16 ഓഫ് എ സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കും. കണ്ണിന്റെ ഈ പ്രത്യേകതയ്ക്കാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. When we quickly remove an object from our field of vision, the visual experience of that object persists for about 1/16 of a second. This phenomenon is the persistence of vision. സർക്കുലർ ഡിസ്കിന്റെ ആക്ടിവിറ്റിയിൽ ഡിസ്ക് റാപ്പിഡായിട്ട് റൊട്ടേറ്റ് ചെയ്യിച്ചപ്പോൾ വൈറ്റ് കളറിൽ കാണപ്പെട്ടതിന്റെ കാരണം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. ഈ ഡിസ്കിന്റെ പകുതി ഭാഗം യെല്ലോ കളറിലാണ്, ബാക്കി പകുതി ഭാഗം ബ്ലൂ കളറിലുമാണ്. ഡിസ്ക് ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഒരു കളറിന്റെ വിഷ്വൽ എക്സ്പീരിയൻസ് കണ്ണിൽ നിലനിൽക്കെ തന്നെയാണ് അടുത്ത കളറ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ആ രണ്ട് കളേഴ്സും കൂടെ ഒരേ സമയം റെറ്റിനയിൽ പതിയുന്നത് കൊണ്ട് സർക്കുലർ ഡിസ്ക് ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ വൈറ്റ് കളറിൽ കാണപ്പെടുന്നതാണ്. കത്തുന്ന ഒരു ചന്ദനത്തിരി ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഒരു റിംഗ് ഓഫ് ഫയർ കാണാനായിട്ട് സാധിക്കും. അതിന്റെ കാരണവും പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. പെർസിസ്റ്റൻസ് ഓഫ് വിഷന്റെ കൂടുതൽ എക്സാമ്പിൾസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എ ടോർച്ച് റൊട്ടേറ്റഡ് റാപ്പിഡ്ലി അപ്പിയേഴ്സ് ആസ് ആൻ ഇലുമിനേറ്റഡ് സർക്കിൾ. ഒരു ടോർച്ച് റാപ്പിഡായിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ കാണാനായിട്ട് സാധിക്കും. സെക്കൻഡ് വൺ, while rotating, the leaves of a fan cannot be distinguished separately. കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫാനിന്റെ ലീവ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല. മൂന്നാമത്തെ എക്സാമ്പിൾ, by projecting a number of still images at a rapid rate, a continuous movement can be seen in films. ഫിലിമുകളിൽ ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു തുടർ ചലനം നമുക്ക് കാണാനായിട്ടാണ് സാധിക്കുന്നത്. അതിന്റെ റീസൺ സ്റ്റില്ലായിട്ടുള്ള ഇമേജുകൾ അല്ലെങ്കിൽ സ്റ്റിൽ പിക്ചേഴ്സ് റാപ്പിഡ് റേറ്റിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു സ്റ്റിൽ പിക്ചറിന്റെ വിഷ്വൽ എക്സ്പീരിയൻസ് കണ്ണിൽ നിന്ന് മറയുന്നതിന് മുമ്പ് തന്നെ അടുത്ത സ്റ്റിൽ പിക്ചർ കാണപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു മൂവിംഗ് പിക്ചറായിട്ട് അനുഭവപ്പെടുകയാണ്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് ആണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് ഒരു സർക്കുലർ ഡിസ്ക് ആണ്. സൺലൈറ്റിലെ കളേഴ്സ് ഒരേ ഓർഡറിലും പ്രൊപ്പോർഷനിലും അതിൽ പെയിന്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഡിസ്ക് ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ വൈറ്റ് കളർ കാണപ്പെടുന്നു. അതിന്റെ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. When Newton's color disk is rotated very fast, before the visual experience of any one color vanishes from the eye, the rays from the succeeding colors reach the eyes in quick succession. ന്യൂട്ടൺസ് കളർ ഡിസ്ക് ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഒരു കളറിന്റെ വിഷ്വൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ദൃശ്യ അനുഭവം കണ്ണിൽ നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പുറകെ വരുന്ന കളേഴ്സ് പെട്ടെന്ന് തന്നെ തുടർച്ചയായി കണ്ണിലെത്തുന്നു. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന ഫിനോമിനൻ കാരണം ഈ കളേഴ്സിന്റെ എല്ലാം കമ്പൈൻഡ് ഇഫക്റ്റ് കണ്ണിൽ നിലനിൽക്കുകയും ആ ഡിസ്ക് വൈറ്റ് ആയിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. വെൻ എ ടോർച്ച് ഓർ എ ബേണിംഗ് സ്റ്റിക്ക് ഈസ് റൊട്ടേറ്റഡ് വെരി ഫാസ്റ്റ്, എ റിംഗ് ഓഫ് ഫയർ ഈസ് സീൻ. ഇതിന്റെ കാരണം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. ഡ്യൂ ടു പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, അവർ ഐസ് റീറ്റെയിൻ the previous image of light
after the torch or burning stick has moved to a new position. As a result, a ring of fire is seen. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം ടോർച്ച് പുതിയ പൊസിഷനിലേക്ക് മാറിയാലും പഴയ പൊസിഷനിൽ ഇരുന്നപ്പോൾ ഉള്ള ലൈറ്റിന്റെ ഇമേജ് കണ്ണിൽ നിലനിൽക്കുകയാണ്. അത് കാരണം ടോർച്ച് ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ദി റിംഗ് ഓഫ് ഫയർ കാണപ്പെടുന്നു. മേക്ക് സം വർക്കിംഗ് മോഡൽസ് ടു ഡെമോൺസ്ട്രേറ്റ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആൻഡ് പ്രസന്റ് ദം ഇൻ ദ ക്ലാസ്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഒരു വർക്കിംഗ് മോഡൽ പറഞ്ഞു തരാം. ഒരു കാർഡ്ബോർഡ് എടുക്കുക. ആ കാർഡ്ബോർഡിന്റെ ഒരു വശത്ത് ഒരു പക്ഷിയുടെ പടം വരയ്ക്കുക, മറുവശത്ത് ഒരു പക്ഷി കൂട് വരയ്ക്കുക. ആ കാർഡ്ബോർഡിൽ 2 ഹോൾസ് ഉണ്ടാക്കുക. ഈ ഹോൾസിലൂടെ ഒരു ത്രെഡ് കടത്തി വിടുക. ഈ ത്രെഡിന്റെ 2 വശത്തും പിടിച്ചുകൊണ്ട് മറ്റൊരാളുടെ സഹായത്തോടെ ഈ കാർഡ്ബോർഡ് മുകളിലോട്ടോ താഴോട്ടോ പലതവണ കറക്കുക. അതിനുശേഷം കാർഡ്ബോർഡ് റിലീസ് ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫാസ്റ്റ് ആയിട്ട് കറങ്ങും. അപ്പോൾ ഒരു വശത്ത് വരച്ചിരിക്കുന്ന ബേർഡും മറുവശത്ത് വരച്ചിരിക്കുന്ന കേജും വളരെ ഫാസ്റ്റ് ആയിട്ട് തുടർച്ചയായി നമ്മുടെ കണ്ണിൽ റീറ്റെയിൻ ചെയ്യും. അതിന്റെ ഫലമായിട്ട് ബേർഡ് കേജിന്റെ അകത്തിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.